നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്റർനാഷണൽ ബിസിനസ് ലിങ്കേജ് ഫോറം, ദുബായ് ചേംബേഴ്സ് എന്നിവർ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ ഉച്ചകോടി 2023 ജനുവരി 20 മുതൽ 25 വരെയാണ്. സെപ്പ കരാറിന്റെയും UAE-യിലെ ഗോൾഡൻ വിസകളുടെയും പ്രഖ്യാപനത്തിന്റെയും പിൻബലത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബിസിനസ് താൽപര്യം ഉയർന്നതിനെ തുടർന്നാണ് ഇത്തരമൊരു ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. വിദേശ കമ്പനികളെ എമിറേറ്റ്സിലേക്ക് ആകർഷിക്കുന്നതിനും ദുബായ് ബിസിനസ്സുകളെ അന്താരാഷ്ട്ര തലത്തിൽ വിപുലീകരിക്കുന്നതിനുമുള്ള ദുബായ് ചേംബേഴ്സിന്റെ മുൻഗണനയുടെ ഭാഗമായാണ് ഉച്ചകോടി. ഇന്ത്യ ലോകത്തിലെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയും 2021 UAE-യുടെ 2ാമത്തെ വലിയ വ്യാപാര പങ്കാളിയുമാണ്. UAE-യുമായി ഉഭയകക്ഷി വ്യാപാര കരാർ ഒപ്പിടുന്ന ആദ്യ രാജ്യമെന്ന നിലയിൽ UAE-യുടെ സമ്പദ് വ്യവസ്ഥയുടെ അവിഭാജ്യ ഘടകമാണ് ഇന്ത്യ. 2021 കണക്കുകൾ പ്രകാരം UAE-യിൽ ഏതാണ്ട് 3.5 ദശലക്ഷം, UAE-യിലെ ജനസംഖ്യയുടെ 30% ഇന്ത്യൻ പൗരന്മാരാണ്. 3 ദിവസങ്ങളിലായി നടക്കുന്ന ഉച്ചകോടിയിൽ ഇന്ത്യയും UAE-യും തമ്മിലുള്ള വ്യാപാര സാധ്യതകൾ ഉൾപ്പെടെയുള്ള പ്രസക്തമായ വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഉൽപാദനം, സ്റ്റാർട്ടപ്പുകൾ, ഹെൽത്ത് കെയർ, ഫുഡ് പ്രോസസ്സിംഗ്, UAE-യുടെ ഗോൾഡൻ വിസ തുടങ്ങി സംരംഭകർക്കും നിക്ഷേപകർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന നിരവധി മേഖലകളും സാധ്യതകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ദുബായിൽ സ്ഥാപിക്കുകയും അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്ത ബിസിനസ്സുകളിൽ നിന്നുള്ള വിജയഗാഥകളും ഈ ഉച്ചകോടിയിൽ അവതരിപ്പിക്കുന്നതാണ്. വ്യാപാരത്തിന്റെയും സമ്പദ് വ്യവസ്ഥയുടെയും ഭാവിയെ സ്വാധീനിക്കുന്ന തന്ത്രപരമായ പ്രശ്നങ്ങളും പ്രവണതകളും ചർച്ച ചെയ്യുന്നതിനായി ഇരു രാജ്യങ്ങളിലെയും പൊതു സ്വകാര്യ മേഖലകളിലെ പ്രമുഖ ബിസിനസ്, ഗവൺമെന്റ് പ്രതിനിധികൾ ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. 2018 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദുബായ് ഇന്റർനാഷണൽ ചേംബറിന്റെ മുംബൈയിലെ ഇന്റർനാഷണൽ ഓഫീസ് മാർക്കറ്റ് ഇന്റലിജൻസ് പങ്കിടുന്നതിനും ഇരുപക്ഷത്തിനും അവരുടെ അന്താരാഷ്ട്ര സാന്നിധ്യം വളർത്തുന്നതിനുമുള്ള അവസര മേഖലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി UAE-യിലെയും ഇന്ത്യയിലെയും ബിസിനസ്സുകളുമായി തുടർച്ചയായി ഇടപഴകുന്നുണ്ട്. B2B മീറ്റിംഗുകൾ, ട്രേഡ് മിഷനുകൾ, നെറ്റ്വർക്കിംഗ് ഇവന്റുകൾ, ബയർ സെല്ലർ മീറ്റിംഗുകൾ എന്നിവയിലൂടെ ഈ ഓഫീസ് ദുബായിലെയും ഇന്ത്യയിലെയും ബിസിനസ് കമ്മ്യൂണിറ്റികളെ പിന്തുണയ്ക്കുന്നതാണ്. ഇതിനിടെ ഇന്ത്യ UAE എണ്ണ ഇതര വ്യാപാരം രൂപയിലാക്കാൻ ചർച്ച നടത്തുന്നതായും UAE വിദേശ വ്യാപാര സഹമന്ത്രി ഥാനി അൽ സയൂദി അറിയിച്ചിട്ടുണ്ട്. സ്വിറ്റ്സർലൻഡിലെ ലോക സാമ്പത്തിക ഫോറത്തിന് എത്തിയപ്പോഴായിരുന്നു വിദേശകാര്യ സഹമന്ത്രിയുടെ പ്രതികരണം. സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. ഇതിനുവേണ്ടിയാണ് എണ്ണ ഇതര വ്യാപാരം രൂപയിലാക്കാനുള്ള നീക്കമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യൻ രൂപയ്ക്കും സമ്പദ് വ്യവസ്ഥയ്ക്കും ഏറെ ഗുണകരമാകുന്ന തീരുമാനമായിരിക്കും ഇതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നിലവിൽ വ്യാപാരം US ഡോളറിലാണ് നടക്കുന്നത്. പരസ്പരം സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും രൂപയിലും ദിർഹത്തിലും വ്യാപാരം സാധ്യമാക്കാനാണ് ചർച്ച പുരോഗമിക്കുന്നത്. എന്നാൽ എണ്ണ വ്യാപാരം രൂപയിലാക്കാൻ ആലോചന ഇല്ല എന്നും മന്ത്രി വ്യക്തമാക്കി. ദിവസങ്ങൾക്ക് മുൻപ് സൗദിയും ഡോളർ അല്ലാത്ത കറൻസികളിൽ വിവിധ രാജ്യങ്ങളുമായി വ്യാപാരം നടത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾക്ക് സന്നദ്ധമാണെന്ന് വെളിപ്പെടുത്തിയിരുന്നു. സൗദി ധനകാര്യ വകുപ്പ് മന്ത്രി മുഹമ്മദ് അൽ ജാസാനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ബ്ലൂംബെർഗ് റിപ്പോർട്ട് പ്രകാരം ഏകദേശം 64 ശതകോടി ഡോളറിന്റെ ഉഭയകക്ഷി വ്യാപാരത്തിലൂടെ 2021 UAE-യുടെ 2ാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ. അതിനിടെ UAE വ്യാപാരത്തിൽ ക്രിപ്റ്റോ കറൻസി പ്രധാന പങ്ക് വഹിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അതിനാൽ മേഖല വികസിപ്പിക്കുമെന്നും ഥാനി അൽ സയൂദി അഭിപ്രായപ്പെട്ടു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.